ഓണറേറിയം വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാ വർക്കർമാർ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. വിവാദങ്ങളും അധിക്ഷേപ പരാമർശവും പോലീസ് ഇടപെടലും ഒക്കെ വന്നതോടെ സമരത്തിന് വൻ ജനപിന്തുണയാണ് ലഭിച്ചത്. മാസം 1 കഴിഞ്ഞിട്ടും സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആശമാരുടെ സമരം. സമീപകാലത്തൊന്നും തന്നെ സെക്രട്ടേറിയറ്റ് കാണാത്ത സമര പോരാട്ടം. അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ആശമാരുടെ പോരാട്ടം അത്ര നിസ്സാരമല്ലെന്ന് പിന്നീട് കേരളം തിരിച്ചറിഞ്ഞ നാളുകൾ. ഫെബ്രുവരി 10 തുടങ്ങിയ സമരം വെയിലും മഴയുമറ്റ് 30ാം നാളിൽ എത്തി നിൽക്കുമ്പോഴും ആശമാരുടെ സമരവീര്യം ഒട്ടും ചോർന്നിട്ടില്ലെന്നതിനെ കടന്നുപോയ രാപ്പകലുകൾ തന്നെ സാക്ഷി. തുടക്കത്തിൽ പിന്തുണയില്ലാതെ തുടങ്ങിയ പോരാട്ടം, ഇതിനിടയിൽ ചർച്ചയ്ക്ക് വിളിച്ച ശേഷമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കൈമലർത്തൽ, പിന്നാലെ ഭീഷണിയും അവഹേളനവും. ഒരു ഘട്ടത്തിൽ പോലും പിന്മാറാൻ തയ്യാറാകാതിരുന്നതോടെ സമരപ്പന്തലിലേക്ക് ജനപിന്തുണ ഒഴുകിയെത്തി. ഇവിടെ സമരം ചെയ്യുന്ന നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഐക്യദാർഢ്യവുമായി കോൺഗ്രസും BJPയും കൂടി എത്തിയതോടെ ആശമാരുടെ സമരത്തിന്റെ ചൂട് കേരളം കണ്ടു. നിയമസഭയിലും പിന്നാലെ പാർലമെന്റിലും വരെ ആശമാരുടെ സമരമെത്തി. 2ാം ഘട്ട സമരമുഖം തുറക്കുമ്പോഴും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിനോടും വകുപ്പിനോടും ആശമാർക്ക് ഒന്നേ പറയാനുള്ളൂ. കാരണം ഈ വഞ്ചന എല്ലാ കാലവും ഒന്നും സഹിക്കില്ല. നമുക്കിവിടെ കക്ഷി രാഷ്ട്രീയമില്ല, ജാതിമത പരിഗണനകളില്ല. ഈ മാസം 17 നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ആശാപ്രവർത്തകരെയും എത്തിക്കാനാണ് നീക്കം. വിവിധ സംഘടനകളുടെ പിന്തുണയും ആശാവർക്കർമാർ പ്രതീക്ഷിക്കുന്നുണ്ട്. KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.